Hi, welcome back to my YouTube channel. Hello. മെഹന്തി മന്തിയാ അങ്ങനെ നമ്മ കുറേ നാൾക്ക് പറഞ്ഞ് ഇപ്പോഴാണ് നമ്മ കോയമ്പത്തൂർ പോകാൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ രാഹുലിനെ ലീനെ പോയി പിക്ക് ചെയ്യണം. രാഹുൽ ദുബായിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടെ എവിടെയെങ്കിലും ട്രിപ്പ് പോകാറുണ്ട് മിക്കപ്പോഴും. അപ്പം ഈ കൊല്ലം നമ്മൾ നേരെ കോയമ്പത്തൂർ പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാരും കൂടെ ഒന്ന് അടിച്ചു പൊളിച്ച് പോകാന്നുള്ള ഒരു പ്ലാനിൽ നിൽക്കുന്നു. അങ്ങനെ പോകാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ നേരെ ലീനെ രാഹുലിനെ പിക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടാ 4 മണിക്ക് പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു 8 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. പിന്നെ ഒന്നും നോക്കില്ല വെച്ച് പിടിച്ചിട്ടാ. അങ്ങനെ കുതിരാണ്ടണലൊക്കെ നമ്മൾ പാസ് ചെയ്തേ. എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ച വീഡിയോസ് എന്റെ ഫോണിൽ നിന്ന് എങ്ങനെയോ മിസ്സായി പോയിട്ടാ. പിന്നെ ഉള്ള വീഡിയോസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ചെയ്ത്. ഇവിടുത്തെ മോർണിംഗ് വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലെ കോഴീനെ പോലെ ഉണ്ടായി ഇവിടെ മയിൽ നടക്കണത്. അങ്ങനെ അവിടെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് അവിടുത്തെ ഫേമസ് മാളിലൊക്കെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചിട്ടാ. അവിടെ ചെന്നിട്ടാണെങ്കിലാ ഇതെല്ലാം കണ്ടിട്ട് ചുന്നൻ അന്തം വിട്ട് നിൽക്കണേർന്നിട്ടാ. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഡ്രസ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറവാണ് ഇവിടെ. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തായിരുന്നേ. പിന്നെ ഷോപ്പിംഗ് ചെയ്താൽ അറിയാലോ, നമ്മൾ അവിടെ നിന്ന് കുറെ സമയം കളഞ്ഞ് എങ്ങനെ വന്നാലും ഉച്ചയാവും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ അവിടുത്തെ ഫേമസ് മന്തി കഴിക്കാൻ പോയിട്ടാ. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ ഫുൾ മലയാളീസ് തന്നെയായിരുന്നേ. കോയമ്പത്തൂർ മഹാലക്ഷ്മി നഗർ പുലക്കാടാണ് ട്ടാ ഈ ഷോപ്പ് ഇരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലെ മന്തി മിസ് ചെയ്യണമെങ്കിൽ നേരെ പോന്നോ അടിപൊളി ഷോപ്പ് തന്നെയാണ്. ഇവിടുത്തെ മന്തിക്കാണ് ഇത്തിരി രുചി കൂടുതലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാ. അതിന്റെ റൈസൊക്കെ അടിപൊളി തന്നെയായിരുന്നേ. ബീഫ് മന്തി എടുത്തു പറയണം, അത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഒരു തുള്ളു പോലും ബാക്കിയുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടാ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവരുടെ പട്ടച്ചായ അത് നല്ല ഫേമസ് ആണ് കേട്ടോ. ഒരു ചെറിയ ഗ്ലാസ്സിൽ നമുക്കത് കിട്ടോട്ടെ. അങ്ങനെ അത് കഴിച്ചിറങ്ങുമ്പോഴാണ് ആരോൺ പറഞ്ഞത് ഇവിടുത്തെ നല്ല ഫേമസ് ബിരിയാണി ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ ഒന്നും നോക്കില്ല നേരെ വെച്ച് പിടിച്ച് കോവൈ അങ്കന ബിരിയാണി കഴിക്കാനായിട്ട്. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരേപോലെ കേട്ടാ. എങ്ങനെ വന്നാലും അവിടെ എത്തുമ്പോഴേക്കും ഒരു 4-4:30 ആവും എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അവിടെ ചെന്ന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കാണ്ട് കൂടുതൽ ലേറ്റ് ആവും. പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കായിരുന്നട്ടാ. ഇതാട്ടോ നമ്മ പറഞ്ഞ സ്ഥലം. അവിടെ ചെന്നപാടെ ചുനൻ അവിടുത്തെ പിള്ളേരായിട്ട് നല്ല കമ്പനി ആയിട്ടാ. ഭാഷ അറിയില്ലെങ്കിലും കളിയുടെ കാര്യത്തിൽ ഭാഷയൊന്നും ഇല്ലല്ലോ. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് കിട്ടിയ ബിരിയാണി കൊണ്ട് പറയല്ലേട്ടാ, കിണ്ണം കാച്ചി ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ. നാട്ടിലെ ബിരിയാണിനെ അപേക്ഷിച്ച് അത്യാവശ്യം കുഴഞ്ഞ ടൈപ്പ് ബിരിയാണി ആണെങ്കിലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ. അങ്ങനെ നമ്മൾ അവിടെ നേരെ ഇറങ്ങിയത് ആദിയോഗിയുടെ സ്റ്റാച്ചു കാണാനായിട്ടായിരുന്നേ. സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടായിരുന്നു തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു അവിടെ. ഹോളിഡേ ഉടനെ അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. കൂടുതലും മലയാളീസ് ആയിരുന്നട്ടാ. ഇക്കാരണതൊക്കെ അന്നത്തെ ദിവസം അവിടെ ഉണ്ടായ ടൂറിസ്റ്റ് ബസ്സുകളായിരുന്നട്ടാ. നിറയെ ആൾക്കാർ തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ മെയിൻ സ്പോട്ട് എത്തി. അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 7:30 ആകുമ്പോഴത്തേക്ക് ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യോട്ടാ. അത് കാണാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത്. കുറച്ച് നേരത്തെ വേണമെങ്കിൽ അവിടെ തന്നെ ചുറ്റിക്കറങ്ങി നടക്കാൻ നല്ല രസമാണ്. പിന്നെ നല്ല ഉടുക്കത്തെ കാറ്റാണ് ട്ടാ. പുറപ്പായിട്ട് പോകണമെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ നമ്മൾ കുറെ നേരം കാത്തിരുന്ന ലൈറ്റ് ഷോ കണ്ടിട്ടാ. എന്റെ പൊന്നെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. വീഡിയോ എടുക്കണത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഡൗട്ടായിരുന്നു ട്ടാ. അത്രക്കും രസമായിരുന്നു കാണാനായിട്ട്. കോയമ്പത്തൂരൊക്കെ നിങ്ങൾ പോകണമെങ്കിൽ ഇത് മിസ്സാക്കരുത് ട്ടാ, അടിപൊളിയാണ്. അങ്ങനെ ലൈറ്റ് ഷോ കണ്ട് ഹാപ്പിയായി നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടാ. വീട്ടിലൊക്കെ നേരത്തെ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടാ. 2 ദിവസം കഴിയുമ്പോൾ തന്നെ രാഹുൽ തിരിച്ചു പോകണോണ്ട് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. 2 ദിവസം പെട്ടെന്ന് തന്നെ പോയിട്ടാ. അങ്ങനെ അവരോട് അവിടെ നിന്ന് ബായ് പറഞ്ഞ് നമ്മൾ നേരെ വൈപ്പിലോട്ട് വിട്ടിട്ടാ. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.